102 സീറ്റിൽ പുതിയൊരു UDF സർക്കാർ ശ്രീമൻ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 3 ആഴ്ചയോളം ആവുകയാണ്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം UDFന് ഇത്രയും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്. 2001 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 99 സീറ്റിലും മറ്റാണ് അന്ന് അധികാരത്തിൽ വന്നത്. ഇത്തവണ ഇത്ര ഞെട്ടിക്കുന്നൊരു ഭൂരിപക്ഷം ഉണ്ടാവും എന്നാരും കരുതിയിരുന്നുമില്ല. ഒരു 75-80 സീറ്റിൻ്റെയൊക്കെ ഭൂരിപക്ഷമാണ് വിചാരിച്ചത്. പക്ഷേ 102 സീറ്റിലേക്ക് വന്നു. ആ സർക്കാർ ഭരണം ആരംഭിച്ച് ഇപ്പോൾ 2-3 ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. കുറേയേറെ നല്ല കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിന് ഇതിനുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ ആശമാരുടെ ശമ്പളം കൂട്ടിയതായാലും കേരളയിൽ വേണ്ട എന്ന് തീരുമാനിച്ച കാര്യമായാലും പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം CBIക്ക് വിട്ടത് ആയാലും IAS ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള B. അശോക്, N. പ്രശാന്ത് എന്നിവരെ തിരിച്ചെടുത്തതായാലും ഒക്കെ തന്നെ ഒരുപിടി നല്ല കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തു. ചില്ലറ വീഴ്ചകളും ഉണ്ടായി. പക്ഷേ ആ ചില്ലറ വീഴ്ചകളെ ഒന്നും ഇപ്പോൾ വലിയ തോതിൽ നമ്മൾ പർവ്വതീകരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1 മാസം പോലും തികഞ്ഞിട്ടില്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ. അവർക്ക് ഭരിക്കാനൊരു ചുരുക്കിയതൊരു ഒരു വർഷമെങ്കിലും കൊടുത്തിട്ട് വിമർശനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വിമർശിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാനും ഏതാണ്ട് ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാനും കൂടി പോരാടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ് വന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ ഏറ്റവും കാരണമായത് എൻ്റെ പോരാട്ടമാണ് എന്നുള്ള ഗ്വാഗ്വാവിളിയൊന്നും ഞാൻ നടത്താൻ തയ്യാറല്ല. പക്ഷേ ഈ ഗവൺമെൻറ് വരുന്നതിൽ ഒരു ചെറിയ പങ്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കും വഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ നമ്മൾ അനാവശ്യമായി ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വിമർശിച്ചു തുടങ്ങിയാൽ അത് അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയനെയും പ്രഭൃതികളെയുമായിരിക്കും സഹായിക്കുക എന്നുള്ള കാര്യവും കൂടി നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു സമയം ഒരു വർഷ കാലാവധി കൊടുത്തിട്ട് നമുക്ക് ഈ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ തീരുമാനിച്ചുറച്ചു. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു, ഭരണം ആരംഭിച്ചു. എന്നാൽ ഭരണം ആരംഭിച്ച അതേ സമയത്തു തന്നെ നിക്ഷിപ്ത താൽപ്പര്യക്കാരും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പല മേഖലകളിലും സ്വാർത്ഥ താൽപ്പര്യക്കാരും നിക്ഷിപ്ത താൽപ്പര്യക്കാരും അഴിമതിക്കാരുമൊക്കെ മുണ്ടും മടക്കി കുത്തി അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ ഗവൺമെൻറ്റിനെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് സംബന്ധിച്ച് പല വിവരങ്ങളും എൻ്റെ മുമ്പിലുമൊക്കെ വരുന്നുണ്ട്. പല മന്ത്രി ഓഫീസുകളിലും അത്തരക്കാർ കയറി ഇറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഈ ഗവൺമെൻറ്റിനോട് ആദ്യമായിട്ടൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഓരോ അടിയും മുന്നോട്ട് വെക്കാൻ. നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ കെണിയിൽ പോയി വീഴാതിരിക്കാൻ ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നാണ് എനിക്ക് ഈ ഭരണാധികാരികളോട് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഒരു അവതാരം, ഒരു തട്ടിപ്പുകാരൻ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരികളെയും മന്ത്രിമാരെയും ഒക്കെ സ്വാധീനിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം എൻ്റെ മുന്നിൽ വന്നത് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം അവതാരങ്ങൾ വരും, അവർ വന്നിട്ട് ഇപ്പോൾ നമ്മളറിയാം, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണല്ലോ. അവർ മന്ത്രിമാരോട് നിന്ന് ഫോട്ടോ എടുക്കും, മന്ത്രിമാരെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, അവർക്ക് പൂച്ചെണ്ടുകൾ കൊടുക്കും, അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് അവരങ്ങ് പോകും. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അതൊരു സാധാരണ കാര്യമായി കണ്ട് അവരത് ചെയ്യും. പക്ഷേ കൊണ്ടുപോകുന്ന നിക്ഷിപ്ത താൽപ്പര്യക്കാർ ഈ ഫോട്ടോയും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് പാവപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയൊന്നും അറിയണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും കുഴിയിൽ പോയി ചാടിക്കഴിയുമ്പോഴാണ് അവരതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കുക എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നമുക്കറിയാലോ, ഇപ്പം ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പുകാരൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്
സോണിയാഗാന്ധിയിലേക്ക് അടുത്ത് പോയി നിന്ന ഫോട്ടോയൊക്കെ പിന്നീട് വന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. പിന്നീട് മറ്റേ എന്താണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ മറക്കരുത്. അപ്പോൾ ആ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ കെണിയിൽ വീഴും എന്നത് ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു തട്ടിപ്പുകാരൻ, അയാളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ ഞാൻ വരാം, അയാൾക്ക് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത സുഹൃത്ത് ബന്ധവും കൂടിയുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ തട്ടിപ്പുകാരൻ, ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് അടുത്ത ബന്ധമുള്ള തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ആരോപണം, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവരം ഞാൻ ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അയാളുടെ പേര് നൗഫൽ എന്നാണ്, ഈ തട്ടിപ്പുകാരൻ്റെ പേര്. അയാൾ കണ്ണൂർ സ്വദേശിയാണ്. ആ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തട്ടിപ്പുകാരൻ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ADGP ആയിട്ടുള്ള ശ്രീമാൻ S. ശ്രീജിത്തിൻ്റെ അടുത്ത സുഹൃത്താണ്, ബന്ധുവല്ല അടുത്ത സുഹൃത്താണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർക്കണം. അവർ തമ്മിലുള്ള അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഈ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ വീട്ടിലിരുന്ന്, ഈ നൗഫൽ എന്ന് പറഞ്ഞ ഈ തട്ടിപ്പുകാരൻ്റെ വീട്ടിലിരുന്ന് ഈ ADGP S. ശ്രീജിത്ത് മഫ്തിയിലിരുന്ന് പാട്ടുപാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ തട്ടിപ്പുകാരൻ അയാളുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇതിൽ നിന്ന് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ നൗഫൽ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരനും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ADGP S. ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ അനധികൃത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം കഴിഞ്ഞൊരു 10-20 വർഷത്തിലധികം കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അധികാരമേറ്റ പുതിയ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലും ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള 2 പരാതികൾ സംബന്ധിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള 2 വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് 5-6 FIRകൾ ഇയാൾ ഇട്ടിട്ടുണ്ട്. എനിക്കെതിരെ അനധികൃതമായി ഇയാൾ കേസെടുത്തിട്ടുണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. എനിക്കെതിരെ അനധികൃതമായി കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ട് വാങ്ങി വന്ന് എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യ ഇല്ലാത്തപ്പോൾ ഇയാൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ നിൽക്കുകയാണ്. അതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പുതിയ ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ കൊടുത്തിട്ടുള്ള പരാതികൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, അതിൽ ഞാൻ അവസാനം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ആ പരാതികളുടെ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഈ മാസം കഴിഞ്ഞ മാസം 20-ാം തീയതി തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അരിസ്റ്റോ ജനസേവന കേന്ദ്രത്തിലേക്ക് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞയച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ADGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രധാനപ്പെട്ട പരാതികൾ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഈ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള DTP സെൻറ്ററിലേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നൊരു സംഭവം എന്താണെന്നറിയാമോ? അവിടെ ചെന്ന എൻ്റെ സുഹൃത്തിനെ പിന്തുടർന്നുകൊണ്ട് കണ്ണൂർ പുളിങ്ങോം ചെറുകുഴ സ്വദേശിയായ നൗഫൽ NM എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിപ്പുകാരനും അയാളുടെ ഗുണ്ടകളും എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് DTP എടുക്കുന്ന ഈ പരാതികളും എൻ്റെ സുഹൃത്തിൻ്റെ ഫോട്ടോകളുമൊക്കെ എടുത്ത് ADGP S. ശ്രീജിത്തിന് അയച്ചു കൊടുത്തതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഈ എടുക്കുന്ന പരാതി, ആ പരാതിയുടെ വിശദാംശങ്ങൾ സൂം ചെയ്തൊക്കെയാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതെടുക്കുന്നയാളുടെ ചിത്രം, അതെടുക്കുന്ന DTP സെൻറ്ററിൻ്റെ ചിത്രം, ഇതൊക്കെ തന്നെ ഈ തട്ടിപ്പുകാരനായിട്ടുള്ള നൗഫൽ NM അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന ചിലരും ഒരു 10-17 ഫോട്ടോ എടുത്തിട്ട് ഈ ADGP S. ശ്രീജിത്തിന് അയച്ചു കൊടുത്ത വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു വെള്ള ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കണ്ടാലറിയാവുന്ന 3 പേരും സംശയാസ്പദമായി തന്നെ നിരീക്ഷിക്കുന്നതായി അവിടെ DTP എടുക്കാൻ പോയ എൻ്റെ സുഹൃത്തും നിരീക്ഷിക്കുകയുണ്ടായി.
എന്തായാലും ഇത് നൗഫൽ NM എന്ന് പറഞ്ഞ തട്ടിപ്പുകാരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം ഉണ്ട്. അയാൾ അവിടെ നിന്ന് ഞാൻ ADGP S. ശ്രീജിത്തിനെതിരെ എടുക്കുന്ന പരാതികളുടെ വിശദാംശങ്ങളാണ് എൻ്റെ സുഹൃത്തിൻ്റെ അനുവാദമില്ലാതെ അയാൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഈ തട്ടിപ്പുകാരൻ ADGP S. ശ്രീജിത്തിന് അയച്ചു കൊടുത്തത്. ഇത് സംബന്ധിച്ച് അയാളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ, അയാളുടെ ഇമെയിൽ, അയാളുടെ ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്, ഈ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെളിവുകൾ എൻ്റെ കയ്യിൽ ലഭിച്ചതിനെ തുടർന്ന് ഞാൻ നൗഫൽ എന്ന് പറഞ്ഞ NM എന്ന് പറഞ്ഞ ഈ തട്ടിപ്പുകാരനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എനിക്ക് ലഭിച്ചത്. അതായത് എൻ്റെ സുഹൃത്ത് അവിടെ പോയി നിന്ന് ഈ എടുത്ത പരാതിയുടെ ഫോട്ടോ സുഹൃത്തിൻ്റെ അനുവാദമില്ലാതെ എടുത്ത് ഈ ADGP S. ശ്രീജിത്തിന് അയച്ചു കൊടുത്ത ഈ നൗഫൽ NM എന്ന് പറയുന്നയാൾ വലിയൊരു തട്ടിപ്പുകാരനാണ്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ നൗഫൽ പലരെയും ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ കഴിയും. ബാംഗ്ലൂരിലെ സിവിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ നൗഫൽ NM പ്രതിയായി തട്ടിപ്പ് കേസ് നിലവിലിരിപ്പുണ്ട്. അതിൻ്റെ നമ്പർ PCR/121/2025 എന്നാണ്. വസ്തു കച്ചവടത്തിൻ്റെ പേരിൽ 80 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് കേസ് അവിടെ നിലനിൽക്കുന്നു. ഇവിടെ ബാംഗ്ലൂർ സിവിൽ JFMC കോടതിയിൽ. ഇതിനു പുറമെ നേഴ്സിംഗ് അഡ്മിഷൻ തട്ടിപ്പ്, നേഴ്സുമാരെ ഓസ്ട്രേലിയയിലും കാനഡയിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നൗഫൽ NM സംഘവും തട്ടിപ്പ് നടത്തിയതായ വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ കണ്ണൂർ പയ്യന്നൂരിലും നൗഫൽ ML എന്ന് പറഞ്ഞ ഈ തട്ടിപ്പുകാരൻ ഗുണ്ടകളെ ഉപയോഗിച്ച് പല അതിക്രമങ്ങൾ നടത്തിയതായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും കേസുകളിൽ നിന്നും നൗഫൽ NM എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരനെ രക്ഷപ്പെടുത്തുന്നത് ADGP ശ്രീജിത്താണ് എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഈ നൗഫൽ NMഉം ശ്രീജിത്തുമായിട്ടുള്ള അടുത്ത ബന്ധം എന്താ? അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ ആ നൗഫലിൻ്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ശ്രീജിത്ത് പാട്ടുപാടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ തട്ടിപ്പുകാരൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പരിശോധിക്കണ്ടേ? അതുകൊണ്ട് ശ്രീജിത്ത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, വാട്സാപ്പ്, ബോട്ടിം ഇവിടെയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ഈ നൗഫൽ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരൻ, അതായത് ശ്രീജിത്തുമായി വളരെ അടുത്ത ബന്ധമുള്ള, ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോയി നൗഫലിൻ്റെ വീട്ടിൽ പോയിരുന്ന് ശ്രീജിത്ത് പാട്ടുപാടുന്നത് വരെയുള്ള അത്രേ അടുത്ത ബന്ധമുള്ള, ഞാൻ ശ്രീജിത്തിനെതിരെ കൊടുക്കുന്ന പരാതി എൻ്റെ സുഹൃത്തിൻ്റെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് അനധികൃതമായി ശ്രീജിത്തിന് അയച്ചു കൊടുത്ത ഇയാൾ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി VD സതീശനുമായി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇയാൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും രമേശ് ചെന്നിത്തല VD സതീശനും അറിഞ്ഞിട്ടാവണമെന്നില്ല. അവിടുത്തെ നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ട്, അവരുടെ ഇടയിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇയാൾ തട്ടിപ്പുകാരനാണെന്നുള്ളതിൻ്റെ ഒരു പിടി വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, കൂടുതൽ തെളിവുകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ ഒരു വലിയ തട്ടിപ്പുകാരനാണ്. ഇയാൾ ADGP S. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത സുഹൃത്താണ്. ഇയാളുടെ വീട്ടിൽ വരെ സർവതന്ത്രമായി ADGP ശ്രീജിത്തിന് കയറി ഇറങ്ങാവുന്ന അവസ്ഥയാണ്. അയാൾ ഞാൻ ശ്രീജിത്തിനെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ അയാളെ ഇടപെടുന്നത് എനിക്ക് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ സുഹൃത്തുക്കളെ? അയാളൊരു തട്ടിപ്പുകാരനല്ലേ? അയാളുടെ കൂടെ ഗുണ്ടകളില്ലേ? എൻ്റെ ജീവിതത്തിന് തന്നെ അത് ഭീഷണിയാവാനുള്ള സാധ്യതയില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് അതോടൊപ്പം തന്നെ അയാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയൊക്കെ ഫോട്ടോകൾ എടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ആരോപണം ശക്തമായി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കണം. ഈ തട്ടിപ്പുകാരന് പോലീസ് അഡ്മിനിസ്ട്രേഷൻ ADGP S. ശ്രീജിത്തുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേഷൻ ADGP ആണ് S. ശ്രീജിത്ത്.
ഈ സർക്കാരിൽ ഉന്നത സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെയൊക്കെ വീടും ഓഫീസും ഒക്കെ നിരന്തരമായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അത് കണ്ടിട്ടുള്ള പലരും എന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരനെ കുറിച്ച് അന്വേഷിക്കണം. ഈ തട്ടിപ്പുകാരനെ ADGP ശ്രീജിത്തുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. അത് സംബന്ധിച്ച് നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും വെച്ചുകൊണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വിശദമായിട്ടുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അവസാനമായി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുമായി നാഭീനാള ബന്ധം പുലർത്തുന്ന ഈ പോലീസ് അഡ്മിനിസ്ട്രേഷനിലെ ADGP ആയിട്ടുള്ള S. ശ്രീജിത്തിനെ താക്കോൽ സ്ഥാനങ്ങളിൽ ഒന്നും കൊണ്ടുവരാതിരിക്കാൻ ആഭ്യന്തരമന്ത്രി വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട്. ആ പരാതികൾ സംബന്ധിച്ചിട്ട് അന്വേഷണം വേണം. ആ പരാതികൾ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ആ പരാതികളെല്ലാം ന്യായമായിട്ടുള്ള പരാതികളാണ്. അതിനകത്ത് നീതി ഉണ്ടാവണം. അത് നീതി കിട്ടുന്നതിന് വരെ ഞാൻ പോരാടും എന്ന് ആഭ്യന്തരമന്ത്രി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും. എന്തായാലും ഈ സർക്കാരിൽ ഇതുവരെയുള്ള പ്രവർത്തനം വെച്ച് തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല മറ്റുള്ളവരെക്കാൾ ഒരു പടിയെങ്കിലും മുകളിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മയക്കുമരുന്ന് വിരുദ്ധ കേരളം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, CPM-നെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ PP ദിവ്യയുടെ കാര്യത്തിലുള്ള വിജിലൻസ് അന്വേഷണമാകട്ടെ, കാഫർ സ്ക്രീൻഷോട്ട് ആവട്ടെ, നവീൻ ബാബുവിൻ്റെ വിഷയം CBI അന്വേഷിച്ചു, അതിലൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള പങ്കൊക്കെ ജനങ്ങൾ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനവും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ADGP S. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന് ഉള്ള ഇത്തരത്തിലുള്ള അധമ ബന്ധങ്ങളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കൂട്ടം ഈ പറഞ്ഞ പോലെ ടൈൻറ്റഡ് അല്ലാത്ത, ആത്മാർത്ഥതയുള്ള, ഇച്ഛാശക്തിയുള്ള, നീതിക്ക് വേണ്ടി പോരാടുന്ന, ഇതുപോലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുമായി ബന്ധമില്ലാത്ത ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസിൻ്റെ തലപ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല തയ്യാറാവേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തയ്യാറാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.